നമ്മൾക്കറിയാം നവോത്ഥാന കാലഘട്ടത്തിൽ രൂപപ്പെട്ട മിക്ക പ്രസ്ഥാനങ്ങളും സമുദായമായിട്ട് മാറുകയും ജാതി പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ മാറുന്നത് കാണാം. എന്നാൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ അതിൻ്റെ മൗലിക ആശയം വിടാതെ നിലനിർത്താൻ ഏറ്റവും പ്രധാനമായി നിലനിന്നത് അമ്മച്ചിയാണ്. ഈ ജനതയുടെ സാമൂഹിക ജീവിതത്തിൽ ഗുരുദേവൻ ഇടപെടുന്നത്, അവർക്ക് വേണ്ടി നിലനിൽക്കുന്നത് ഒക്കെ അതിൻ്റെ ഒരു തത്വചിന്തയിൽ ഒരു ജനതയെ വളർത്തിയെടുക്കുന്നത് ഒക്കെ അമ്മച്ചി കണ്ടുകൊണ്ടാണ് അമ്മച്ചി ഗുരുദേവനൊപ്പം ജീവിക്കുന്നത്. ഇതെല്ലാം അമ്മച്ചി ഒരു പാഠമായിട്ട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു എന്ന് അക്കാലഘട്ടത്തിൽ ആർക്കും മനസ്സിലാകുന്നില്ല. പണ്ട് കാലങ്ങളിൽ ഈ ഉപജാതികളിലും പ്രത്യേക വിഭാഗങ്ങൾ ചില ജോലികൾ ചെയ്തിരുന്നു. അപ്പം ചില വിഭാഗങ്ങൾ കണ്ടത്തിൽ പണിയുന്നു, ചില വിഭാഗങ്ങൾ നെയ്ത്തുകെട്ട് ചെയ്യുന്നു. ഇവർ പരസ്പരം അല്ലാതെ ചെയ്യുന്നില്ല. അമ്മച്ചിയുടെ കാലത്ത് ഈ ഉപജാതി തൊഴിലുകളെ റദ്ദ് ചെയ്ത് കളയുക, കണ്ടത്തിൽ പണിയാനും ഈറ കൊണ്ടുള്ള നെയ്ത്തുകെട്ട് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ഈ ജാതി തൊഴിലിനെ അമ്മച്ചി റദ്ദ് ചെയ്ത് കളയും. അപ്പോൾ എരവേരിയിൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ട് ആളുകൾ നിരന്നിരുന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ നെയ്ത്തുകെട്ട് ചെയ്യുന്നത് നല്ല ശേലാണ് നമ്മൾ പറയുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരി അമ്മച്ചിയുടെ വലിയൊരു പ്രവർത്തനതാണ് ഈ നെയ്ത്തുശാല എന്ന് പറയുന്നത്. അവിടെ കൈത്തറിയുണ്ട്, നെയ്ത്ത് തുടങ്ങുന്നു. അവിടെ ഈ അമ്മയൊക്കെ പോയി ഊട ചുറ്റുക എന്ന് പറയുന്നു, നൂല് ചുറ്റുന്ന പണികൾ ചെയ്യുന്നു. അത് ഗ്രാൻഡ്, സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടുന്ന ഒരു വലിയ, അവിടെ അധ്യാപകർക്കെല്ലാം ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ അമ്മയും ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് വരികയും അമ്മയുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഇപ്പം ആണുങ്ങൾ മാത്രമല്ല, അത് സ്ത്രീകളും അവരുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്ത് എനിക്ക് തോന്നുന്നു തുല്യമായിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് സഭയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഗുരുദേവൻ്റെ ശിഷ്യന്മാർ നടത്തിയ യോഗം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ ഇതിൻ്റെ പ്രത്യയശാസ്ത്രം, ഇതിൻ്റെ ആശയം ജനങ്ങളിൽ എത്തിച്ചത്, അപ്പച്ചൻ്റെ പാട്ട് എങ്ങനെ പാടി, അതെങ്ങനെ വിശകലനം ചെയ്തു, അതേപോലെ തന്നെ ഈ അമ്മമാർക്കും വിശകലനം ചെയ്യാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഈ പുസ്തകത്തിൽ അമ്മ ഓർമ്മയായിട്ട് പറയുന്നുണ്ട്. വേലി കുഞ്ഞേലി കൊച്ചാച്ചി മറിയ എന്ന് പറയുന്ന അമ്മമാർ കൂടത്തോട് ക്രിസ്ത്യാനികളുമായിട്ട് വെട്ടിയാട് ഭയങ്കര അടിലകളും നടക്കുന്നുണ്ട്. അപ്പോൾ അവർ അരുവയുമായിട്ട് പുറത്ത് അപ്പച്ചനെ അകത്തിരുത്തിയിട്ട് പുറത്ത് അരിവാളുമായിട്ട് നിൽക്കുമ്പോൾ കൂടത്തോട് ക്രിസ്ത്യാനികളും അവരുടെ അനുയായികളോടും പറയുന്നുണ്ട്, ഞങ്ങളുടെ രക്തത്തിൽ ചവിട്ടിയല്ലാതെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ ശരീരത്തിൽ തൊടുകയില്ല എന്ന് പറയുന്ന അമ്മമാരുടെ ചരിത്രം പിയാടിസ് പറയുന്നുണ്ട്. അപ്പച്ചനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആണുങ്ങൾക്കാണെന്നല്ല അവർ മനസ്സിലാക്കിയത്. അപ്പച്ചനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തുല്യ പങ്കാളിത്തം എന്നാണ് അവർ ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളായിട്ടുള്ള അമ്മമാർ ഇതിനു വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. ശരീരമാറ്റത്തിന് ശേഷം പിന്നെ അമ്മ നേരെ എരുവേലിലേക്ക് വരുവാണല്ലോ ഒരു കാലഘട്ടത്തിന് ശേഷം. അത് ഒന്ന് പറയാം. അപ്പോൾ അമ്മ വരുമ്പോൾ വിവാഹം കഴിച്ചാണല്ലോ വരുന്നത്. അപ്പം അതിന് ശേഷം അവർ ആ ഒരു 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 സമയവും എരുവേലി വന്നതിന് ശേഷമുള്ള ഒരു കാലഘട്ടം, അവിടെ ആ സമയത്ത് അമ്മച്ചി ഓൾറെഡി ഉണ്ട്. അപ്പം അമ്മച്ചിയെ കാണുന്നത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ശരിക്കും അമ്മയൊക്കെ 1939 ശേഷം മൈലത്തടി കുഞ്ഞാപ്പി എരുവേലിക്ക് പോകുന്നില്ല. 14 വർഷത്തിന് ശേഷം അമ്മച്ചി 1953 ഈ ചെളിക്കുഴി മന്ദിരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ചെളിക്കുഴി മന്ദിരത്തിലേക്ക് വരുമ്പോൾ ഈ മുണ്ടക്കയം ചന്തയിൽ വെച്ച് ഈ അച്ചായൻ അറിയുന്നു അമ്മച്ചി ചെളിക്കുഴി മന്ദിരത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ അമ്മച്ചിയെ കാണാനായിട്ട് പോവുകയാണ്. അമ്മച്ചിയെ മൈലത്തടി കുഞ്ഞാപ്പി ആദ്യമായിട്ടല്ല കാണുന്നത്. 1925 ഗുരുദേവൻ അമ്മച്ചിയെ സ്വീകരിക്കും മുതൽ മൈലത്തടി കുഞ്ഞാപ്പി അമ്മച്ചിയെ കാണുന്നുണ്ട്. അപ്പച്ചൻ്റെ വേർപാട് സമയത്ത് അവസാനം ചിറ്റടിയിൽ അപ്പച്ചന് തീർത്തും വയ്യ, വാതരോഗത്താൽ ശരീരം തളർന്നു, തല കീഴ്പോട്ട് കുനിഞ്ഞു പോയി, എന്നെ നോക്കാൻ തല പൊക്കി നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മൈലത്തടി കുഞ്ഞാപ്പി പറയുന്നുണ്ട് അക്കച്ചിയും കുഞ്ഞുങ്ങളും അടുത്തുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് നേരത്തെ തൊട്ടേ അമ്മച്ചിയെ അറിയാം. അപ്പോൾ ഈ 1953 ചെളിക്കുഴി മന്ദിരത്തിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൊണ്ട് അമ്മച്ചിയെ കാണാൻ പോവുക. അപ്പോൾ കാണാൻ പോവുകയും അവിടെ ചെല്ലുകയും മൈലത്തടി കുഞ്ഞാപ്പിയെ കാണുമ്പോൾ തന്നെ അമ്മച്ചി ചോദിക്കുന്നുണ്ട്, കുഞ്ഞാപ്പിച്ചാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഇത്രയും കാലം വരാതിരുന്നത് എന്ന് പറയുമ്പോൾ എത്ര നാളായി വരാതിരുന്നതെന്ന് ചോദിക്കും. 14 വർഷമായെന്ന് പറയും. അപ്പോൾ അമ്മച്ചി പറയുന്നുണ്ട്,
14 അടി കൈക്ക് കൊടുക്കണമെന്ന് പറയുകയും അമ്മച്ചി കൈകൊണ്ട് തോളിന് ഇങ്ങനെ ചെറുതായിട്ട് അടിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ അച്ഛൻ പറയുന്നുണ്ട് 14 വർഷത്തെ എൻ്റെ ഒരു ഇരുട്ട് ഭാരം മാറിപ്പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് വീണ്ടും പഴയ പോലെ തന്നെ സഭ സജീവമാകുകയാണ്. അപ്പം വീണ്ടും ഈ അമ്മയും കൊണ്ട് ഇവര് എല്ലാം എരവേരിക്ക് പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. അപ്പം അമ്മയുടെ കല്യാണം 1960 കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. ഈ കല്യാണത്തിന് ശേഷമാണ് അമ്മ എരവേരിയിൽ സ്ഥിര താമസമാകുന്നത്. എരവേരിയിലുള്ള കറ്റാനം വീട്ടിലാണ് അമ്മയെ കല്യാണം കഴിപ്പിക്കുന്നത്. കറ്റാനം ചെല്ലപ്പൻ എന്ന് പറയുന്ന അച്ചായനാണ് ഈ അമ്മയെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ 1960 മുതൽ 1985 വരെയുള്ള ഓർമ്മകൾ അമ്മയ്ക്ക് പറയാൻ കഴിയുന്നത് ഈ കറ്റാനം വീടെന്ന് പറയുന്നത് എരവേരി ഗേറ്റിൻ്റെ നേരെ ഫ്രണ്ടിൽ സ്തംഭത്തിൻ്റെ അവിടാണ് ഈ കറ്റാനം വീട്. അമ്മയെ വിവാഹം കഴിക്കുന്ന വീട് അവിടെയാണ്. ഈ സ്തംഭം 1979 പണിയാനായിട്ട് തിരുമേനി വന്ന് ഇവിടെ സ്തംഭം പണിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കറ്റാനം വീട്ടുകാരെ കുറച്ചുകൂടെ പടിഞ്ഞാറോട്ട് മാറ്റി താമസിപ്പിക്കുന്ന ആ സമയത്താണ്. അപ്പോൾ ഈ എരവേരി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഈ വീട്ടിൽ നിന്നുകൊണ്ടുള്ള അമ്മയുടെ കാഴ്ചകളും അനുഭവങ്ങളുടെയും ദീർഘമായ ഭാഗമാണ് ഈ രണ്ടാം ഭാഗത്തിൽ ഈ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ആര് എരവേരിയിൽ പ്രധാന ഗേറ്റ് വഴി വന്ന് കയറി പോകുമ്പോഴും അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ചരിത്രപരമായ സംഭവങ്ങളിലും അമ്മ സാക്ഷിയാണ്. അപ്പം അതിൻ്റെ വലിയ ദീർഘമായ ഒരു ഓർമ്മയാണ് രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കറ്റാനം വീട് എന്ന് പറയുന്നത് ഗുരുദേവൻ കായംകുളം കറ്റാനത്ത് പള്ളിക്കലെന്ന് പറയുന്ന സ്ഥലത്ത് യോഗം നടത്താൻ പോകുമ്പോഴാണ് കറ്റാനം കുടുംബത്തിലെ അപ്പച്ചൻ, അതായത് മർക്കോസ് എന്ന് പറയും, ഗുരുദേവൻ്റെ യോഗം കേൾക്കുകയും പള്ളിപ്പടിയിലെ യോഗം കേൾക്കുകയും ഗുരുദേവൻ്റെ യോഗം കേട്ട് അവിടെ നിന്ന് പോവുകയും ഗുരുദേവൻ ആ ചെന്നിത്തല യോഹന്നാൻ എന്ന് പറയുന്ന അച്ചായനെ ഈ കറ്റാനം ജോണിൻ്റെ വീട്ടിലേക്ക് വിടുകയും അവരെ അവിടുന്ന് എരവേരിയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ കറ്റാനക്കാരെന്ന് പറഞ്ഞാൽ അലക്കുകാരാണ്. മരവെട്ടിക്കയുടെയൊക്കെ എണ്ണ വിൽക്കുന്ന പണിയുമുണ്ട്, അതോടൊപ്പം തന്നെ അലക്കുകാരുമാണ്. അപ്പോൾ ഇവരെ എരവേരിയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഗുരുദേവൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ തുണി അലക്കുകാരായിരുന്നു ഇവരിവിടെ വന്നതിന് ശേഷം. അപ്പം ഇവരെ ഗുരുദേവൻ അലക്കുകാരെന്നാണ് വിളിക്കുന്നത്. അമ്മച്ചി അതുപോലെ തന്നെ അലക്കുകാരെന്ന് വിളിക്കും. ഇതിലേറ്റവും വലിയൊരു പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുരുദേവൻ്റെ തുണി അലക്കുന്ന ആളുകളുണ്ടായിരുന്നു, അതാണ് അലക്കുകാരെന്ന് പറയുന്നത്, അതാണ് കറ്റാനംകാർ. ഗുരുദേവൻ്റെ മുടി വെട്ടുന്ന ആളുകൾ അച്ചായനുണ്ടായിരുന്നു, അതാണ് പറയകടവിൽ ഇസഹാക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗുരുദേവൻ്റെ കാർ ഡ്രൈവർമാരുണ്ടായിരുന്നു, ഒരാളല്ല, അതിലൊരാളാണ് വെട്ടിയാട് തോമ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഗുരുദേവന് ചൂടുവെള്ളം തിളപ്പിക്കുക, മറ്റു കാര്യങ്ങൾ, അതാണ് നമ്മളുടെ മംഗലത്തെ അപ്പച്ചനൊക്കെ ആ ഭാഗങ്ങളാണ്. അതോടൊപ്പം തന്നെ ഗുരുദേവന് അംഗരക്ഷകരുണ്ടായിരുന്നു, ഗുരുദേവൻ്റെ പാട്ടുകാരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഗുരുദേവൻ്റെ യോഗം പകർത്തി പറയുന്നവരുണ്ടായിരുന്നു, ഗുരുദേവൻ്റെ ശിഷ്യന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഗുരുദേവന് ചുറ്റും വലിയ ഒരു വിഭാഗം ആളുകൾ വിവിധ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു വലിയ ഈ ശരീരത്തെ ബോധ്യപ്പെട്ട മനുഷ്യർ അവർ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ റോളുണ്ട് അവർക്ക്. റോളുണ്ട്. അപ്പം അതിൽ ഒരു ഭാഗം കൈകാര്യം ചെയ്തായിരുന്നു അലക്കുകാരെന്ന് പറയുന്നത്, കറ്റാനക്കാർ. അപ്പോൾ ഈ തുണിയൊക്കെ കൊടുത്തു വിടുകയും അത് കഴുകുകയും ഉണക്കി അത് തിരിച്ച് അപ്പച്ചന് കൊടുക്കുകയും ചെയ്യുന്ന, അതുകൊണ്ട് ഈ കറ്റാനക്കാരെ ഇടയ്ക്ക് വലിയൊരു പട്ടിണിയൊക്കെ എരവേരി സ്തംഭത്തിൻ്റെ അവിടെ ഇവരെ കൊണ്ട് താമസിപ്പിക്കുമ്പോൾ അപ്പച്ചൻ എരവേരി കോളനി, അതായത് ഗുരുദേവൻ ചിറ്റടിയിൽ വെട്ടി ഈ പണിയെടുത്ത് വാങ്ങിച്ച 7.5 ഏക്കർ ഭൂമി, അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എരവേരി കോളനി എന്ന് പറയുന്നത്. ഈ കോളനി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഗുരുദേവൻ്റെ ഒരു സാമൂഹിക രൂപീകരണത്തിൻ്റെ ഒരു മാതൃകയാണ് ഈ കോളനി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഗുരുദേവൻ യോഗം കേട്ട് ഗുരുദേവനൊപ്പം ഗുരുദേവൻ വിളിച്ചുകൊണ്ട് വരികയും അല്ലെങ്കിൽ പല നിലകളിൽ ഗുരുദേവൻ കൊണ്ട് താമസിപ്പിച്ചവരാണ് എരവേരിയിലെ അക്കാലഘട്ടത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളും. ഈ മേടിച്ച സ്ഥലങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ഒരു വലിയ ഇടം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ കൊളക്കുറ്റി ഏലി എന്ന് പറയുന്ന അമ്മയൊക്കെ എരവേരിയിൽ താമസിക്കാൻ വരുന്നത് 4 ഏക്കർ സ്ഥലം, അമ്മയുടെ ഭർത്താവാണ് ശങ്കരൻ ശീമോൻ എന്ന് പറയുന്നത്. കുളക്കുറ്റി ഏലി എന്ന് പറയുന്ന ഗുരുദേവൻ്റെ ശിഷ്യയായിട്ടുള്ള ഗുരുദേവൻ്റെ വിഷയം സംസാരിക്കുന്ന ഇവർ റാന്നിക്കാരാണ്, ഇവർ കുളക്കുറ്റിക്കാരാണ്. ഈ ശങ്കരൻ ശീമോൻ എന്ന് പറയുന്ന ഗുരുദേവൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഈ ശങ്കരൻ ശീമോൻ റാന്നിയിലുള്ള 4 ഏക്കർ സ്ഥലം വിറ്റിട്ട് ഈ പൈസ കൊണ്ട് ഗുരുദേവൻ്റെ കൊടുക്കും. അപ്പോൾ ഇവരെ എരവേരിയിൽ കൊണ്ട് താമസിപ്പിച്ച് അതുകൊണ്ടാണ് ഇവരെ കുളക്കുറ്റി എന്ന് പറയുന്ന എരവേരിയിലുള്ളൊരു സ്ഥലമല്ല,
ഇവരുടെ വീട്ടുകാരെന്ന് പറയുന്നത് ഇവർ റാന്നിക്കാരാ. ഇങ്ങനെ പല നിലകളിൽ വന്നവരുണ്ട്. ചിലർ അനാഥരായി പോകുമ്പോൾ ഇപ്പം ഇതിനകത്ത് പറയതാനംകാരെന്ന് പറയുന്ന ഒരു വീട്ടുകാർ ഇപ്പോഴും എരവേരി താമസിക്കുന്നുണ്ട്. മുമ്പ് ഇവിടെ ഇൻ്റർവ്യൂ എടുത്ത സുരേഷ് നന്ദൻ പറയതാനം ഫാമിലിയാ. അപ്പോൾ ഈ പറയതാനക്കാർ വരുന്നതെന്ന് പറയുന്നത് പറയതാനത്തെ അവർ കല്ലൂപ്പാറക്കാരാ. അവിടുത്തെ ഈ പറയതാനം കുടുംബത്തിലെ അച്ഛനും അമ്മയും ഉപദേശിനിയായിരുന്നു ഗുരുദേവൻ്റെ. ഉപദേശ ജോലികൾ ചെയ്യുന്ന ഉപദേഷ്ടാ വേല ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇവർ രണ്ടുപേരും മരിച്ചു പോകുമ്പോൾ 5 മക്കൾ അനാഥരായി പോവുക. വീണ്ടും അപ്പച്ചൻ അവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് അഭയമായിട്ട് ഈ 5 പേരെയും കൊണ്ടുവന്ന് എരവേരി അങ്ങനെയാണ് ഈ പറയതാനംകാരെ പറയതാനം ഫിലിപ്പോസ് ഗുരുദേവൻ്റെ ഭക്ഷണം വെക്കുന്ന ആളാണ്. അതിന് ഫിലിപ്പോസിൻ്റെ ചേട്ടനാണ് ഈ ഇപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരിങ്ങനെയാണ് ഈ പറയതാനംകാർ ഇവിടെ വരുന്നത്. അപ്പോൾ പല നിലകളിലാണ് എരവേരി ഈ കോളനി രൂപപ്പെട്ടു വരുന്നത്. ആ കോളനിയിൽ ഒരു വീടാണ് കറ്റാനം എന്ന് പറയുന്നത്. ഈ കോളനി എന്ന് പറയുന്നത് ഈ കോളനി കാണാനായിട്ട് നമ്മുടെ ടാഗോറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വരുമ്പോൾ ആൻഡ്രൂസ് വരുമ്പോൾ ആൻഡ്രൂസ് ഒന്ന് യോഹന്നാനെ കാണണം. രണ്ടാമത് പറയുന്ന പ്രധാനപ്പെട്ടത് കോളനി എനിക്ക് കാണണം എന്നാണ്. അത്രയ്ക്ക് ഇന്ത്യ തന്നെ ഫേമസ് ആകുന്ന ഈ കോളനിയുടെ ഒരു പ്രത്യേകത തന്നെ ഈ കോളനിയിലുള്ള ആളുകൾക്ക് കുളിക്കുവാൻ വേണ്ടി എരവേരിയിൽ ഒരു കടവ് തന്നെ ഗുരുദേവൻ വില കൊടുത്ത് മേടിക്കുന്നുണ്ട്, പാറയുള്ള. അത് കൃത്യമായിട്ട് ആതിര ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ അതിൻ്റെ അകത്ത് ശങ്കരമംഗലത്തെ നമ്മുടെ എരവേരൂർ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്ന എം.ഒ. അയ്യപ്പ് എൻ്റെ ഓർമ്മയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുളി കഴിഞ്ഞ് പൊയ്കയിലേക്ക് ആളുകൾ ഈ കോളനിയിലേക്ക് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് മാതൃകാപരമായ ഒരു കോളനി, അതായത് ഗുരുദേവൻ്റെ ഒരു സമൂഹം എങ്ങനെയാണെന്നുള്ള വലിയ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ കോളനി ഈ സാമൂഹിക രൂപീകരണത്തിൻ്റെ ഭാഗത്താണ് കറ്റാനക്കാർ നിൽക്കുന്നത്. ഇവിടേക്കാണ് ഈ അമ്മയെ വിവാഹം കഴിച്ചുകൊണ്ട് ഈ മാർക്കോസിൻ്റെ മകനായ ജോണ് ചെല്ലപ്പൻ എന്ന് പറയുന്ന അച്ഛൻ വിവാഹം കഴിക്കുകയും അവിടെയാണ് ഈ അമ്മ രൂപം. ഇതാണ് 2ാമത്തെ അധ്യായത്തിൻ്റെ ഇവിടെ തൊട്ടാണ് തുടങ്ങുവാണ്. അത് പിന്നെ പല നിലകളിൽ ശങ്കരമംഗലം വീട്ടിൽ അമ്മ ജോലി ചെയ്യുന്ന വരുന്നുണ്ട്. അമ്മച്ചി ഈ അമ്മച്ചിയെ തൊഴിൽ പഠിപ്പിക്കുന്നത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ശിഷ്യന്മാരെ കാണുന്നുണ്ട്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ പിന്നെ വിശുദ്ധ മണ്ഡപത്തിൻ്റെ പണികൾ, സംഘവിലാസത്തിൻ്റെ രൂപീകരണം, സ്തംഭം രൂപപ്പെടുത്തുന്നതിൻ്റെ ഒരു ചരിത്രം, ദേശീയമാതാ മണ്ഡപം രൂപപ്പെടുത്തുന്നതിൻ്റെ ചരിത്രം, സ്റ്റേജ് രൂപപ്പെടുത്തുന്നതിൻ്റെ ചരിത്രം, അങ്ങനെ അക്കാലഘട്ടത്തിൽ അമ്മ അനുഭവിച്ച അതോടൊപ്പം തന്നെ അയ്യങ്കാളി പ്രതിമയ്ക്ക് സ്വീകരണം കൊടുക്കുന്നത്, അതോടൊപ്പം തന്നെ 1976 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഞായറാഴ്ചയാണ് അമ്മയുടെ മക്കളെയൊക്കെ കാരിക്കാൻ പോയി പുരുഷോത്തമനപ്പച്ചൻ മന്ദിരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയും അവർ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് PRDSൻ്റെ കൊടിമരത്തിൽ അമ്മച്ചി ദേശീയ പതാക ഉയർത്തുന്ന ഓർമ്മയൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ PRDSൻ്റെ ഈ 114 ശേഷം അമ്മച്ചി നടത്തിയ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുടെ ഒരു കാഴ്ചയായിട്ടും കൂടി ഈ ഓർമ്മയെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ വിവിധമായ ഒരു വലിയ ഒരു മാറ്റിവെക്കപ്പെട്ട PRDSൻ്റെ ഒരു ചരിത്രം കൂടി ഈ ഓർമ്മയിലൂടെ 114 ശേഷം നമുക്ക് കാണാൻ കഴിയും. 1939 അപ്പം അതായത് 1114 ഗുരുദേവൻ്റെ ശരീരം മാറുക. അപ്പോൾ ഗുരുദേവൻ്റെ ശരീരം മാറിയതിന് ശേഷം വലിയൊരു ഒരു പ്രതിസന്ധി അവിടെ രൂപപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അധികാരവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രമല്ല ഒരു ദൈവമായിട്ട് കാണുന്ന ഒരു ഫിഗർ അവിടെ ഇല്ലാതാവുക, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ഗ്യാപ്പ് അവിടെ വരിക. അപ്പോൾ അതിനോടനുബന്ധിച്ച് പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യുന്ന രീതിയിലാണ് അമ്മച്ചി, അതായത് സഭയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നതും. പിന്നീട് നമ്മൾക്ക് കാണാം ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുക. 47 സ്വതന്ത്രമാകുന്നു. പല രീതിയിലുള്ള സോഷ്യൽ സെറ്റപ്പുകൾ മാറി മാറി വരിക. ദിവാൻ്റെ ഇത് മാറി കേരളം ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് സഭ രൂപപ്പെട്ട് വരിക. ഒരു സിസ്റ്റമാറ്റിക് വേയിലേക്ക് സഭ രൂപപ്പെട്ട് വരിക. അതുവരെ സിസ്റ്റമാറ്റിക് അല്ലെന്നല്ല, പക്ഷേ ഇപ്പോൾ ഒരു കൺട്രി ഫോം ആയതിന് ശേഷം ഉണ്ടാകുന്ന വേറൊരു ഇതുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഭരണഘടന ഉണ്ടാകുന്നു, അങ്ങനെ വേറൊരു ഇതിലേക്ക് വരികയാണ്. അപ്പം സഭയുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും സഭയുടെ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു ഭരണമാണ് ഉണ്ടാകുന്നത്. ആ ഒരു സമയത്താണ് ഈ അമ്മ എരുവേലിയിലേക്ക് വരുന്നത്. ഒരു 60കളിലാണ് എരുവേലിയിലേക്ക് വരുന്നത്. അപ്പം അമ്മ പല രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ അടിമസ്മാരക സ്തംഭം ഉണ്ടാകുന്നു. ഗുരുദേവൻ്റെ ശരീരം അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു മണ്ഡപം പണിയാനുള്ളൊരു തുടക്കം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഗുരുദേവൻ്റെ സമയത്ത് എങ്ങനെയാണോ PRDS അല്ലെങ്കിൽ ജനങ്ങൾക്ക്
ഈ പറയുന്ന ഒരു ആത്മാഭിമാനം, ഈ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞ പോലെ ആത്മാഭിമാനത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റി നിൽക്കേണ്ടതെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു സ്വയം പര്യാപ്തതയുടെ ഒരു ബോധ്യം. അത് അമ്മച്ചിയിൽ നമുക്കത് കാണാം. നമുക്കിപ്പം പണ്ട് തീപ്പെട്ടി കമ്പനി ഒക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നെയ്ത്തുശാലകൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സസിനെ നമ്മളിപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു മാതൃക അമ്മച്ചിയുടെ പ്രവർത്തന കാലത്ത് ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും ശരിക്കും മറ്റ് ചരിത്രകാരന്മാരൊന്നും ഇത് പരിഗണിച്ചിട്ടേ ഇല്ല എന്നുള്ളത് ഭയങ്കര ഒരു ആശ്ചര്യപ്പെടുത്തുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് അമ്മയുടെ ഓർമ്മകളിലൂടെ അത് എങ്ങനെയാണ് ഇത് കണ്ടതെന്നുള്ളതൊന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു 114 അല്ലെങ്കിൽ 1939 ശേഷമുള്ള പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ വളർച്ചയെ ശരിക്കും ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. 1925 അമ്മച്ചി ഗുരുദേവൻ്റെ ഒപ്പം ചേരുകയും ഗുരുദേവൻ വിവാഹ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും 1939 ഗുരുദേവൻ്റെ ശരീരം വേർപാടാകുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു 14 വർഷം അമ്മച്ചി ഗുരുദേവനിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. അത് സമൂഹത്തെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യയിൽ ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ, ഈ ജനതയുടെ സാമൂഹിക ജീവിതത്തിൽ ഗുരുദേവൻ ഇടപെടുന്നത്, അവർക്ക് വേണ്ടി നിലനിൽക്കുന്നത് ഒക്കെ അതിൻ്റെ ഒരു തത്വചിന്തയിൽ ഒരു ജനതയെ വളർത്തിയെടുക്കുന്നത് ഒക്കെ അമ്മച്ചി കണ്ടുകൊണ്ടാണ് അമ്മച്ചി ഗുരുദേവനൊപ്പം ജീവിക്കുന്നത്. ഇതെല്ലാം അമ്മച്ചി ഒരു പാഠമായിട്ട് സ്വീകരിക്കുന്നുണ്ടായിരുന്നു എന്ന് അക്കാലഘട്ടത്തിൽ ആർക്കും മനസ്സിലാകുന്നില്ല. ഈ 1925 മുതൽ 1939 വരെയുള്ള ഗുരുദേവ ജീവചരിത്രത്തിൽ ദീർഘമായിട്ട് അമ്മച്ചിയുടെ ഒരു ഇടപെടലുകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അമ്മച്ചിയുടെ ഒരു പിന്നീടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ അമ്മച്ചി എങ്ങനെയാണ് ഈ സഭയെ നയിച്ചതും നിലപാടുകൾ എടുത്തതും നയം രൂപപ്പെടുത്തിയതും എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ അപ്പച്ചൻ്റെ കൂടെയുള്ള അമ്മച്ചിയുടെ ജീവിതം വലിയൊരു പാഠമായിട്ട് അമ്മച്ചി പഠിക്കുന്നുണ്ടായിരുന്നു മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾക്കറിയാം, നവോത്ഥാന കാലഘട്ടത്തിൽ രൂപപ്പെട്ട മിക്ക പ്രസ്ഥാനങ്ങളും സമുദായമായിട്ട് മാറുകയും ജാതി പ്രസ്ഥാനങ്ങളായിട്ടൊക്കെ മാറുന്നത് കാണാം. എന്നാൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ അതിൻ്റെ മൗലിക ആശയം വിടാതെ നിലനിർത്താൻ ഏറ്റവും പ്രധാനമായി നിലനിന്നത് അമ്മച്ചിയാണ്. കാരണം 1939 ഗുരുദേവൻ്റെ ശരീരം വേർപാടാകുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നു. ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് ഒരു ജനത ഇന്ത്യയിൽ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം തമ്പുരാനും അടിമയായും ജീവിച്ച മനുഷ്യർ പൗരന്മാർ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രക്രിയയിലേക്ക് മാറുക, ഈ മാറ്റം അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അക്കാലഘട്ടത്തിൽ അടിമ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അടയാളങ്ങളും ചിഹ്നങ്ങളും സാമൂഹിക ജീവിതവും ഈ അടിമയാക്കപ്പെട്ട മനുഷ്യർ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഒറ്റയടിക്ക് മാറുന്നില്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചില തമ്പുരാക്കന്മാരുടെ സ്ഥലങ്ങൾ വഴി പോകുമ്പോൾ ഷർട്ടിട്ടുകൊണ്ട് പോയിരുന്ന ആളുകൾ ഊരി കഷത്തിൽ വെച്ചുകൊണ്ട് പോകും. ഈ എതിരെന്ന് പറയുന്ന പുസ്തകത്തിൽ കുഞ്ഞാമൻ നമുക്കറിയാം 1963 അദ്ദേഹത്തിൻ്റെ തമ്പുരാൻ്റെ അടുത്തേക്ക് കയറുമ്പോൾ ഇട്ട ഷർട്ട് ഊരി കക്ഷത്തിൽ വെച്ചോണ്ടേ കയറിപ്പോൾ എതിര് ഓർമ്മയ്ക്കകത്ത് കുഞ്ഞാമൻ സാറ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം വലിയൊരു സാമൂഹിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ ഒരു ജനതയെ അല്ല പ്രത്യക്ഷ രക്ഷാ ദൈവസഭക്കാർ ഇത്തരം സാമൂഹികപരമായ പ്രശ്നങ്ങളിൽ നിന്നും അവരെ പരുവപ്പെടുത്തി എടുക്കുന്നതിൽ അമ്മച്ചി വഹിക്കുന്ന ഒരു നിർണായക പങ്കുണ്ട്. അതായത് PRDസിൻ്റെ മൗലികമായ അടിമവിഷയം എന്ന് പറയുന്ന ആശയത്തെ മാറാതെ, ജാതിയായി മാറാതെ, PRDs 1910 രൂപപ്പെട്ട പോലെ തന്നെ ഈ സ്വാതന്ത്ര്യാനന്തര കാലത്ത് നിലനിന്നാണ് ഈ സമയം വരെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മച്ചിയാണ്. എന്നാൽ ആ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒട്ടുമിക്ക പ്രസ്ഥാനങ്ങളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തര കാലത്ത് വ്യതിചലിച്ച് പോയത് നമ്മൾ കാണാൻ കഴിയും. ഇത് അമ്മച്ചിയുടെ ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ ഭരണഘടനയ്ക്കനുസൃതമായിട്ട് ഒരു ജനതയെ ജീവിക്കാൻ പഠിപ്പിക്കുന്നതും, അതോടൊപ്പം തന്നെ രാജ്യം എന്ന് പറയുന്ന ആ ഒരു വലിയ അഭിമാനത്തിലേക്കൊക്കെ മാറുന്ന മുമ്പ് ഞാൻ പറയാം, കൊടിമരത്തിൽ കൊടിയേറ്റുന്നത് ഇത് നമ്മുടെ രാജ്യമാണ് എന്ന് പറയാം, രാജ്യത്തോട് ഐക്യപ്പെടുന്നതും
ഒക്കെ അമ്മച്ചിയുടെ വലിയ ബോധ്യങ്ങളും നയങ്ങളും നിലപാടുകളും അമ്മച്ചി പഠിപ്പിച്ചതിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം പോകാൻ കഴിയില്ല. ഇത് PRDസിനെ ദീർഘമായിട്ട് പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. PRDസ് അവിടെ രൂപപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ PRDസിൻ്റെ സ്കൂളുകൾ ഗുരുദേവന് ശേഷം സംരക്ഷിക്കപ്പെടുന്നത്, അപ്പച്ചൻ്റെ ആശയമായ അടിമ വിഷയത്തെ അടയാളപ്പെടുത്തുന്ന അടിമ സ്മാരക സ്തംഭം രൂപപ്പെടുത്തുന്നത്, അതോടൊപ്പം തന്നെ ലേച്ചിമാത മണ്ഡപം അപ്പച്ചൻ്റെ അമ്മയുടെ ആ ശരീരം അടക്കം ചെയ്ത സ്ഥലം വീണ്ടെടുക്കുന്നതും അവിടെ മണ്ഡപം രൂപപ്പെടുത്തുന്നതും, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുദേവൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. എൻ്റെ ശരീരം മാറുമ്പോൾ അത് 3 നിലയുള്ളൊരു കെട്ടിടം പണിയണം, അതിനെൻ്റെ മുകളിലത്തെ നിലയിൽ സൂക്ഷിക്കണം എന്ന് പറയുന്ന ഒരു വലിയ പ്ലാൻ കെട്ടിട വിഷയം, അല്ലെങ്കിൽ ഗുരുദേവൻ്റെ ശരീരം അടക്കം ചെയ്യുന്ന സ്ഥലം എങ്ങനെ ആയിരിക്കണം എന്ന് നേരത്തെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സൗകര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗുരുദേവൻ്റെ ശരീരം സൂക്ഷിക്കാനോ 3 നിലയുള്ള ഒരു കെട്ടിടം പണിയാനോ അന്ന് ഗുരുദേവൻ പറഞ്ഞു വെച്ച ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഗുരുദേവൻ്റെ അണിയാൾക്ക് കഴിയുന്നില്ല. എന്നാൽ അമ്മച്ചി വരുമ്പോൾ ഈ ശരീരം അടക്കം ചെയ്ത സ്ഥലത്ത് 5 നിലയുള്ളൊരു കെട്ടിടം പണിയുകയും അത് 1953 തന്നെ അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് വിശുദ്ധ മണ്ഡപത്തിൻ്റെ പണികൾ ആരംഭിക്കുകയും അതിൻ്റെ ഓരോ പ്ലാനുകളും അതിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും വിറ്റ് വിലയാധാരം ചെയ്തു പോയ, അല്ലെങ്കിൽ അടിമ കാലഘട്ടത്തിൽ വിൽപ്പനയ്ക്ക് വിധേയരായ അടിമയാക്കപ്പെട്ട മനുഷ്യർക്ക് ഇവിടെ ഒത്തുകൂടാനുള്ളൊരു വലിയ ഇടമെന്ന നിലയിലാണ് അതിൻ്റെ ആർക്കിടെക്ട് ചെയ്തിരിക്കുന്നത്. 4 വാതിലുകൾ ഇടുന്നു, 5 നിലകൾ പണിയുന്നു എന്ന് പറഞ്ഞാൽ ആശയപരമായ PRDസിൻ്റെ മൗലികതയിൽ ഊന്നി തന്നെ ആ ഒരു കെട്ടിടം നിർമ്മിക്കുകയും അത് വിശുദ്ധ മണ്ഡപമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അവിടെ ഗുരുദേവൻ നിൽക്കുന്ന ഒരു ഛായാചിത്രം എന്ന് പറഞ്ഞാൽ ഏതൊരു അടിമയാക്കപ്പെട്ടു പോയ മനുഷ്യരെ നോക്കി നിൽക്കുന്ന നിലയിൽ, ഇതെൻ്റെ ഒരു അഭിപ്രായം, അത് ആ ഒരു കാഴ്ചയിൽ ആ ഗുരുദേവൻ്റെ നിൽക്കുന്ന ഒരു ഛായാചിത്രം എല്ലാം നിർമ്മിച്ചുകൊണ്ട് അടിമകളുടെ വലിയൊരു സങ്കേതം ഒരുക്കുവാൻ കഴിഞ്ഞ അമ്മച്ചിയാണ്. എന്നാൽ ഇത്തരത്തിൽ ഇത് രൂപപ്പെടുത്തി എടുക്കുന്ന നിലയിലേക്ക് ചരിത്രകാരന്മാർ ഇതിനെ പഠിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ കേഡർ സംവിധാനത്തിലേക്ക് മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഗുരുദേവൻ്റെ കാലത്തുണ്ടായ ശാഖകളിലെല്ലാം ഭൂമി പ്രശ്നങ്ങൾ, മറ്റ് പ്രതിസന്ധികളെല്ലാം ശരീര വേർപാട് സമയത്തുണ്ടാകുന്നു. സ്കൂളുകൾ അന്യാധീനപ്പെട്ടു പോകുന്നു. ഇതിനെയെല്ലാം തിരിച്ചു പിടിക്കുന്നു. അതുകൊണ്ട് 1969 ഇറങ്ങിയ PR കുമാർ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇറക്കിയ പ്രസ്താവനയ്ക്കകത്ത് കൃത്യമായിട്ട് 60ഓളം ശാഖകൾ എഴുതി, രേഖാമൂലം എഴുതിയിട്ടുണ്ട്. ഈ 60ഓളം ശാഖകളിൽ നിലനിന്നിരുന്ന ആഭ്യന്തര ഭൂമി പരമായിട്ടുള്ള പ്രശ്നങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം അമ്മച്ചിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മുടെയൊക്കെ വലിയൊരു പഠനത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ പുസ്തകത്തിൽ ഈ അമ്മ കുറേ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഈ അമ്മ എരവേരിയിൽ വരുമ്പോൾ ചിറ്റടിത്തോട്ടത്തിൽ അമ്മ എടുത്ത ഈ തേയില എടുക്കുന്ന ജോലികളും അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ഭൂപ്രദേശത്തെ പണികൾ മാത്രമേ അറിയത്തുള്ളായിരുന്നു. എരവേരിയിൽ വരുമ്പോൾ അമ്മയ്ക്ക് അവിടുത്തെ പണികളൊന്നും ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ആ സമയത്താണ് എരവേരിയിൽ പണ്ട് കാലം മുതലേ ഈറ കൊണ്ടുള്ള പണികളും കാര്യങ്ങളും. എന്നാൽ അമ്മച്ചിയുടെ കാലത്ത് ഈറ ലോറിക്ക് കൊണ്ടുവന്ന് എരവേരിയിൽ ഇറക്കിയിട്ട് അത് എരവേരി കോളനിയിലുള്ള ആളുകൾക്ക് അത് എണ്ണമനുസരിച്ച് വീതം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ലോറിയിൽ ഈറ വരുന്ന സമയത്ത് എരവേരിയിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ കടന്നു ചെല്ലും. അപ്പോൾ കണ്ണാടി വിജയൻ എന്ന് പറയുന്ന ഒരു അച്ഛനാണ് അമ്മച്ചിയുടെ ആ സമയത്ത് ഈ ഈറയുടെ കണക്കൊക്കെ. അപ്പം ഇത്ര 10 ഈറ വെച്ച് 20 ഈറ വെച്ച് കൊടുക്കുകയും അവരിത് നെയ്ത് കുമ്പനാട്, കല്ലൂപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുചെന്ന് വിറ്റിട്ടാണ് ഈറയുടെ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭയങ്കരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ മറികടന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ അമ്മച്ചിയുടെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരികയും പട്ടിണി അതിജീവിക്കുകയും ചെയ്തു. സഭാപരമായ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇരവേരിയിൽ വിശുദ്ധ മണ്ഡപത്തിൻ്റെ പണികൾക്ക് സ്ത്രീകൾ നല്ലൊരു ശതമാനം പൈസ ഈറയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അമ്മച്ചി ഈറ കൊടുക്കുമ്പോൾ പറയും, ഇത് നിനക്ക് ഒരു 10 വീതി അല്ലെങ്കിൽ 16 വീതി പരമ്പിന് ഈ കുറച്ച് ഈറയോട് അധികമായിട്ട് കൊടുത്തിട്ട് ഇത് വിശുദ്ധ മണ്ഡപത്തിനെന്ന് പറയും. അപ്പം അങ്ങനെ വലിയ ഈറയുടെ വലിയൊരു ഈ ഈറയുടെ പണിയെന്ന് പറഞ്ഞാൽ വേറൊരു വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഈ ഉപജാതികളിലും പ്രത്യേക വിഭാഗങ്ങൾ ചില ജോലികൾ ചെയ്തിരുന്നു. അപ്പം ചില വിഭാഗങ്ങൾ കണ്ടത്തിൽ പണിയുന്നു, ചില വിഭാഗങ്ങൾ നെയ്ത്ത് കെട്ട് ചെയ്യുന്നു.
ഇവർ പരസ്പരം അല്ലാതെ ചെയ്യുന്നില്ല. അമ്മച്ചിയുടെ കാലത്ത് ഈ ഉപജാതി തൊഴിലുകളെ റദ്ദ് ചെയ്ത് കളയുക. കണ്ടത്തിൽ പണിയാനും ഈറ കൊണ്ടുള്ള നെയ്ത്തുകെട്ട് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചുകൊണ്ട് ഈ ജാതി തൊഴിലിനെ അമ്മച്ചി റദ്ദ് ചെയ്ത് കളയും. കറ്റാന അമ്മ അവിടെ വരുമ്പോൾ ഈ ശാസ്താംകോട്ടയിലെ തള്ളയെ നീ വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് 2 രൂപ ദക്ഷിണ കൊടുത്തിട്ട് പറയുന്നുണ്ട്. തള്ള ഈ കൊച്ചിന് ഈ നെയ്ത്തുകെട്ടൊന്നും അറിയത്തില്ല, ഇതിനെ നെയ്ത്തുകെട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ അമ്മ നെയ്ത്തുകെട്ട് പഠിക്കുന്നത്. അപ്പോൾ എരവേരിയിൽ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ മണ്ണെണ്ണ വിളക്ക് വെച്ചിട്ട് ആളുകൾ നിരന്നിരുന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ നെയ്ത്തുകെട്ട് ചെയ്യുന്നത് നല്ല ശേലാണ് നമ്മൾ പറയുന്നുണ്ട്. ഈ അമ്മയും ഈ നമ്മുടെ ഈ ശാസ്താംകോട്ടയിലെ അമ്മയും കൂടെ ഉള്ളവർ നെയ്ത്തുകെട്ട് പഠിക്കുകയും ആദ്യമായിട്ട് 7 മുറം നെയ്യുകയും 1 മുഴം കൂടിപ്പോവുകയും കുമ്മനാട് വന്ന് ഈ ഇത് വിറ്റിട്ട് ആ പൈസ അതുപോലെ തന്നെ അമ്മച്ചിയുടെ കൊടുക്കുമ്പോൾ അമ്മച്ചി പറയുന്നത് എണ്ണതിരി മേടിക്കുന്നു. അപ്പച്ചനോട് പറഞ്ഞ് ഒരു ഭാഗം കൊടുത്തിട്ട് ബാക്കി അമ്മയ്ക്ക് കൊടുക്കുന്നു. പിന്നെ വലിയ പരമ്പ് നെയ്യാൻ നേരം നീ 2 പരമ്പ് നെയ്യണമെന്ന് പറയുന്നു. 1 പരമ്പ് മണ്ഡപം പണിക്ക്, 1 പരമ്പ് നിനക്ക്. അങ്ങനെ അമ്മച്ചി അതും നെയ്ത് ആ പരമ്പിൻ്റെ പൈസ കൊണ്ട് കൊടുക്കും. അങ്ങനെ ഈ അമ്മ പരമ്പ് നെയ്ത്ത് പഠിക്കുക, അല്ലെങ്കിൽ നെയ്ത്തുകെട്ട് പഠിക്കുക. കൊട്ട, മുറം, അങ്ങനെ ഈ അമ്മയും ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് വരികയും അമ്മയുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊയ്ത്തും പഠിപ്പിക്കുന്നുണ്ട്. കൊയ്യാൻ അമ്മയ്ക്ക് അറിയത്തില്ല. മുണ്ടക്കൈ ഭാഗത്ത് കൊയ്ത്ത് കുറവാണ്. അപ്പം എരവേരിയിൽ കണ്ടം, എരവേരിയിലെ ഭൂമികളൊന്നും അമ്മച്ചി വെറുതെ ഇടത്തില്ല. ഇപ്പോൾ ഓതറ ചാക്കോച്ചൻ എന്ന് പറയുന്ന അച്ചായനാണ് ഈ കൃഷികാര്യങ്ങൾ നോക്കുന്നത്. ഓതറ ചാക്കോച്ചനോട് ഒരു പുല്ലുരുവ കൊടുത്ത് അമ്മയെയും കൊയ്ത്ത് പഠിപ്പിക്കുന്നു. ഇത്ര പറ നെല്ല് അമ്മച്ചി കൊടുക്കുന്നു. പിന്നെ എരവേരിയിലും വെണ്ണിക്കുളം ഭാഗത്തുള്ള കണ്ടങ്ങൾ മുഴുവൻ പിന്നെ അമ്മ കൊയ്യുവാണ്. അപ്പം വലിയൊരു തൊഴിൽ ചെയ്യുന്ന ഒരു അത് അമ്മച്ചിയുടെ വലിയൊരു പ്രത്യേകതയാണ്. ഇതിനേക്കാളൊക്കെ ഉപരി അമ്മച്ചിയുടെ വലിയൊരു പ്രവർത്തനതാണ് ഈ നെയ്ത്തുശാല എന്ന് പറയുന്നത്. അവിടെ കൈത്തറിയുണ്ട്, നെയ്ത്ത് തുടങ്ങുന്നു. അവിടെ ഈ അമ്മയൊക്കെ പോയി ഊട ചുറ്റുക എന്ന് പറയും, നൂല് ചുറ്റുന്ന പണികൾ ചെയ്യുന്നു. അത് ഗ്രാൻഡ്, സർക്കാരിൻ്റെ ഗ്രാൻഡ് കിട്ടുന്ന ഒരു വലിയ, അവിടെ അധ്യാപകർക്കെല്ലാം ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ കൃത്യമായ ഡീറ്റെയിൽ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ സർക്കാരിൻ്റെ സംവിധാനത്തോടു കൂടി ഗുരുദേവ സ്കൂൾ ആകുക നെയ്ത്തുശാലയൊക്കെ അമ്മച്ചി ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുവന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനം ഇതിനകത്ത് ഈ ബുക്കിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് 1961 ഹാൻഡിക്രാഫ്റ്റ് തുടങ്ങുന്നുണ്ട്. എരവേരിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോഴാണ് അത് ആ സ്ഥലം 20 സെൻറ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. അത് ആലപ്പുഴയിൽ പോയി അമ്മച്ചി ഇടപെട്ട് ഗവൺമെൻറ് സഹായത്തോടു കൂടി മേടിച്ചിട്ട് അവിടെ ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ, ഫാൻറ്റസി ഐറ്റംസാണ്. ഈ പൂക്കൂട നിർമ്മിക്കുക, അതിന് 2 അധ്യാപകരെ വെക്കുന്നു, അവിടെ വിദ്യാർത്ഥികളെ വെക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. പിന്നീട് അവർ വലിയ ഇത് ചെയ്തുകൊണ്ട് വലിയ തൊഴിലിൻ്റെ ആളുകളായിട്ട് മാറുന്നുണ്ട്. അവിടെ ഹാൻഡിക്രാഫ്റ്റ് പഠിച്ച നമ്മളെ പേരൂർ താമസിക്കുന്ന രഘുവച്ചാൻ്റെ അമ്മ ഒക്കെ പിന്നീട്, ലക്ഷ്മി എന്ന് പറയുന്ന അമ്മയൊക്കെ പിന്നീട് കേരളത്തിന് പുറത്ത് പോയി ഹാൻഡിക്രാഫ്റ്റ് പഠിപ്പിക്കുന്നുണ്ട്. ആ നിലയിലേക്ക് സ്ത്രീകളുടെ ഒരു തൊഴിലിനെ വികസിപ്പിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീപ്പെട്ടി ഓഫീസിന് ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് തീപ്പെട്ടി ഓഫീസ് ഇത് ചെയ്തെടുക്കുന്നു. അങ്ങനെ അമ്മച്ചി ഒരുപാട് ഗുരുദേവനെ പോലെ തന്നെ ഒരുപാട് സാമൂഹിക ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഈ ജനതയെ സാമ്പത്തികമായും സാമൂഹികമായി ഉയർത്തിക്കൊണ്ട് വരാൻ നടത്തുന്ന വലിയൊരു സ്വയം പര്യാപ്തതയുടെ വലിയൊരു ചരിത്രം ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഇപ്പം ആണുങ്ങൾ മാത്രമല്ല, സ്ത്രീകളും അവരുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്ത്, എനിക്ക് തോന്നുന്നു തുല്യമായിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് സഭയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇതിനെ ഇപ്പം അടിമ വിഷയത്തിൽ സ്ത്രീ ഇതെന്ന് പറയുന്ന പോലെ, ആ ഒരു അധ്യായത്തിനകത്ത് പറയുന്ന പോലെ ഈ PRDCൻ്റെ ഒരു ആശയത്തെ കൂടി സ്ത്രീകൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഗുരുദേവൻ്റെ കാലഘട്ടം തൊട്ട് ഇതിൻ്റെ അകത്ത് ആശയങ്ങൾ, തത്വചിന്തകൾ പ്രചരിപ്പിക്കുന്ന അതിൻ്റെ അകത്ത് തുല്യ പങ്കാളിത്തം സ്ത്രീകൾ വഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ആശയപരമായ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഭൗതിക പ്രവർത്തനത്തിനും സ്ത്രീകൾ തുല്യമായ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. ഗുരുദേവൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ഗുരുദേവൻ്റെ സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് അതായത് പുരുഷന്മാരായിട്ടുള്ളവർ സാമ്പത്തികം കൊടുക്കുമ്പോൾ സ്ത്രീകളായിട്ടുള്ളവരും സാമ്പത്തികം കൊടുക്കുന്നുണ്ട്. അവരും അവരാൽ കഴിയുന്ന നിലയിൽ അവരുടെ ഒരു വീതം എപ്പോഴും അപ്പച്ചന് വേണ്ടി മാറ്റിവെക്കും. അങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുദേവൻ്റെ ജീവചരിത്രങ്ങൾ നമ്മൾ ഏറിയ പങ്ക് വായിക്കുമ്പോൾ അംഗരക്ഷകരുടെ വലിയൊരു ചരിത്രം പറയുന്നുണ്ട്.
അതിൻ്റെ അകത്ത് ഗുരുദേവനെ അംഗരക്ഷകർ രക്ഷപ്പെടുത്തി ഇപ്പോൾ തോളിൽ എടുത്തുകൊണ്ട് പോകുന്ന ഓമൽ എന്ന് പറയുന്ന വെങ്ങളത്തൂന്നിലെ വലിയ ഒരു അപ്പച്ചൻ്റെ ചരിത്രം നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബർണബാസിനെ എന്ന് പറയുന്ന അപ്പച്ചനെ കാണാൻ കഴിയുന്നുണ്ട്. അഹറോൻ എന്ന് പറയുന്ന അപ്പച്ചനെ കാണാൻ അങ്ങനെ ഈ അംഗരക്ഷകരുടെ ദീർഘമായ പട്ടികൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സ്ത്രീകൾ ആ ഭാഗത്തില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ചില ചരിത്രങ്ങൾ മുഴച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചിലതിനെ നമ്മൾ ഉയർത്തുമ്പോൾ ചിലത് മറഞ്ഞു പോകും. ഒന്നൊന്നിനെ മറച്ചു കളയുമെന്ന് അപ്പച്ചൻ്റെ തന്നെ ഒരു ആശയമുണ്ട്. അപ്പം ഇങ്ങനെ മറഞ്ഞു പോകുന്നുണ്ട് ഈ ചരിത്രമെഴുത്തിൽ. പക്ഷേ നമ്മൾ ദീർഘമായിട്ട് പഠിക്കുമ്പോൾ വെട്ടിയാട് ഉള്ള ഏലി എന്ന് പറയുന്ന അമ്മ, അല്ലെങ്കിൽ ഏലി, കുഞ്ഞേലി, കൊച്ചാച്ചി, മറിയ, അതോടൊപ്പം തന്നെ വാകത്താനത്ത് അടിലകളെ ഉണ്ടാകുമ്പോൾ അമ്മച്ചിയെ ഗുരുദേവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന അമ്മമാർ, അങ്ങനെ ഗുരുദേവനെ തോളിൽ എടുത്തുകൊണ്ട് ഓടിയ അമ്മമാരുണ്ട്. രാത്രി കാലങ്ങളിൽ കൊയ്ത്തരി, ഇപ്പം ഏലി, കുഞ്ഞേലി, കൊച്ചാച്ചി, മറിയ എന്ന് പറയുന്ന അമ്മമാർ കൂടത്തോട് ക്രിസ്ത്യാനികളുമായിട്ട് വെട്ടിയാട് ഭയങ്കര അടിലകള നടക്കുന്നുണ്ട്. അപ്പോൾ അവർ അരുവയുമായിട്ട് പുറത്ത് അപ്പച്ചനെ അകത്തിരുത്തിയിട്ട് പുറത്ത് അരിവാളുമായിട്ട് നിൽക്കുമ്പോൾ കൂടത്തോട് ക്രിസ്ത്യാനികളും അവരുടെ അനുയായികളോടും പറയുന്നുണ്ട്, ഞങ്ങളുടെ രക്തത്തിൽ ചവിട്ടിയല്ലാതെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ ശരീരത്തിൽ തൊടുകയില്ല എന്ന് പറയുന്ന അമ്മമാരുടെ ചരിത്രം പിയാടിസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏലി കൊച്ചാച്ചി എന്ന് പറയുന്ന അമ്മയാണെന്ന് തോന്നുന്നു, ഈ അടിലകൾ നടക്കുമ്പോൾ ഈ അപ്പച്ചനെ തോളിലേറ്റി വെട്ടിയാട് വെച്ച് തന്നെ തൊണ്ട അവിടെ കൂടുതൽ തൊണ്ട് ചാടി അപ്പച്ചനെ കൊണ്ട് രക്ഷപ്പെടുമ്പോൾ ഈ അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന കുഞ്ഞ് അലസിപ്പോകുന്ന വരെ വലിയ ചരിത്രം പിയാടിസിലുണ്ട്. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇവർ പ്രായമായ സ്ത്രീകളല്ലെന്നും കൂടെയാണ് ഞാനതിനകത്ത് സൂചിപ്പിച്ചത്. യൗവനക്കാരായ സ്ത്രീകൾ വരെ ഈ അംഗരക്ഷകർ, ഈ ശരീരം സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നീങ്ങുന്നുണ്ട്. അത് വലിയൊരു ബോധ്യമാണ്. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ തല്ലിക്കൊല്ലാൻ, എന്നെ നാട് കടത്താൻ, എന്നെ വെടിവെച്ച് കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം ബ്രിട്ടീഷ് കാലഘട്ടം, സവർണറുടെ ആധിപത്യം, അടിമ വിഷയമെന്ന് പറയുന്നത് തന്നെ സവർണർക്കെതിരെയുള്ള, ഹിന്ദുമതത്തിനെതിരെയുള്ള വലിയ ആശയമാണ്. ഇത് പറയും തോറും ആളുകൾ ഈ ശരീരത്തെ ഇല്ലായ്മ ചെയ്യാൻ തോക്കുമായിട്ട് തന്നെ സായിപ്പ് വലിയ ചരിത്രമൊക്കെ പിയാടിസിൻ്റെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തൻ്റെ അനുയായികളോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പുരുഷന്മാരായിട്ടുള്ളവർ എങ്ങനെ കേട്ടിട്ടുണ്ടോ അതേ നാണയത്തിലാണ് സ്ത്രീകളായിട്ടുള്ള ആളുകൾ. അത് അപ്പച്ചനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആണുങ്ങൾക്കാണെന്നല്ല അവർ മനസ്സിലാക്കിയത്. അപ്പച്ചനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തുല്യ പങ്കാളിത്തം എന്നാണ് അവർ ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളായിട്ടുള്ള അമ്മമാർ ഇതിനു വേണ്ടി ഇറങ്ങി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ കുഴിയടി മറിയ, കുളക്കുറ്റി ഏലി, അതോടൊപ്പം തന്നെ തേക്കാട്ടിൽ അമ്മ, അങ്ങനെ ഒട്ടനെ മാന്തരം, ഒത്തിരി അമ്മമാർ ഇതിൻ്റെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉപദേശിനിമാരായിട്ട് വരുന്നുണ്ട്. ഈ തോട്ടത്തിൽ തന്നെ കുഴിയടി മറിയയും കുളക്കുറ്റി ഏലിയും അതോടൊപ്പം തന്നെ കുമരകത്താശാൻ യോഗം നടത്താൻ വരുന്നുണ്ട്. ഈ അമ്മ ആദ്യമായിട്ട് ഇവരെ കാണുന്ന ഒരു കാര്യം ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ലയത്തിൽ വരുന്നു, അവരവിടെ താമസിക്കുന്നു. 1-ാം ദിവസം കുമരകത്താശാൻ യോഗം നടത്തുന്നു, ലയത്തിൽ എല്ലാവരും വിളിച്ചു കൂട്ടി. 2-ാം ദിവസം കുഴിയടി മറിയ യോഗം നടത്തുന്നു. 3-ാം ദിവസം കുളക്കുറ്റി ഏലി യോഗം നടത്തുന്നു. അപ്പോൾ കുളക്കുറ്റി ഏലിയുടെ യോഗം ഈ അമ്മയുടെ ഓർമ്മയിലുണ്ട്. അമ്മ പറയുന്നുണ്ട്, എത്രയോ കാലം ഈ ഭൂമിയിൽ വരുവാൻ അടിമകളെ തേടി കാത്തിരുന്നവനെ ക്രീമിച്ചഴുകിയ തുളികളെടുത്ത് 2000 കൊല്ലം കൊണ്ട് ഉടുപ്പ് ധരിച്ചു, എന്തോ ഒരതിശയമാം ജനനം എന്ന് പറയുന്ന പാട്ടാണ് കുളക്കുറ്റി ഏലി ആദ്യം പാടിയെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ യോഗം കേട്ട അവിടെ സവർണരായിട്ടുള്ള തൊട്ടടുത്ത ലയത്തിലിരുന്ന ഒരാൾ അതിനകത്ത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ യോഗം കഴിഞ്ഞ് തിരിച്ച് എരവേലിക്ക് പോയി കഴിഞ്ഞിട്ട് മൈലത്തടി കുഞ്ഞാപ്പിയോട് ചോദിക്കുന്നുണ്ട്, ഈ കങ്കാണി മൂപ്പ് അതിൻ്റെ അകത്ത് 3-ാമത്തെ ദിവസം സംസാരിച്ച ആ പെങ്കൊച്ച് അതൊരു പെണ്ണ് തന്നെയാണോ? അതിൻ്റെ എന്തൊരു ശബ്ദമാണ് അത്, ആണുങ്ങളെപ്പോലെ തന്നെ സംസാരിക്കുന്നു, പാട്ടും പ്രസംഗവും ഞങ്ങൾ ആ രാത്രി മുഴുവൻ ലയത്തിലിരുന്ന് കേട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ നടത്തിയ യോഗം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ ഇതിൻ്റെ പ്രത്യയശാസ്ത്രം, ഇതിൻ്റെ ആശയം ജനങ്ങളിൽ എത്തിച്ചത്, അപ്പച്ചൻ്റെ പാട്ട് എങ്ങനെ പാടി, അതെങ്ങനെ വിശകലനം ചെയ്തു, അതേപോലെ തന്നെ ഈ അമ്മമാർക്കും വിശകലനം ചെയ്യാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഈ പുസ്തകത്തിൽ അമ്മ ഓർമ്മയായിട്ട് പറയുന്നുണ്ട്. ഇതാണ് സ്ത്രീകളുടെ ഒരു വലിയൊരു പങ്കാളിത്തം ഇതിനകത്ത് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്.